അമേരിക്കൻ ആസ്ഥാനമായ കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ട പിരിച്ചുവിടലിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. പിരിച്ചുവിടലിനെ കമ്പനി അധികൃതർ ന്യായീകരിച്ചു. കമ്പനി നഷ്ടത്തിലാണ് എന്നാണ് കോറോ ഹെൽത്തിന്റെ വാദം. കമ്പനിയെ പ്രതിനിധീകരിച്ച് ലീഗൽ അഡ്വൈസറാണ് പങ്കെടുത്തത്. കമ്പനി അധികൃതർ ഓൺലൈൻ വഴി ചർച്ചയുടെ ഭാഗമായി. ഈ മാസം 20-ന് വീണ്ടും ചർച്ച നടക്കും. ചർച്ചയ്ക്ക് നേരിട്ടെത്തുമെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചത്. ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കഴിഞ്ഞ ജനുവരിയിലും ഈ കമ്പനിയിൽ നിന്ന് 144 പേരെ പിരിച്ചുവിട്ടിരുന്നുവെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ ചൂണ്ടിക്കാണിച്ചു. 58 പേരെ കൊച്ചി സെന്ററിൽ നിന്നും 86 പേരെ കോഴിക്കോട് സെന്ററിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. ശേഷമാണ് 830 പേരെ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായത്. കമ്പനി നിലനിർത്തി ജീവനക്കാർക്ക് ഇവിടെ തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട് എന്നും മന്ത്രി പറഞ്ഞു. ബന്ധപ്പെട്ട ഹയർ ഒഫീഷ്യൽസ് എല്ലാം തന്നെ ഓൺലൈനിൽ വന്നു. ഇത്രയും നേരം ഞങ്ങൾ അവരുമായി ചർച്ച നടത്തുകയായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം കേരള സർക്കാർ ഈ സ്ഥാപനത്തെ ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി എന്ത് സഹായവും ചെയ്തു തരാൻ, എന്ത് ഭൗതിക സാഹചര്യം ഒരുക്കുവാനും തയ്യാറാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ കമ്പനി നേരിട്ടിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും തയ്യാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ജീവനക്കാരെ അവർ തന്നെ അവരുടെ കമ്പനിയുടെ വിവിധ രേഖകൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ ജീവനക്കാരെ, കേരളത്തിലെ ജീവനക്കാരെ വളരെ നല്ല രീതിയിൽ ആ കമ്പനി ഒഫീഷ്യൽസ് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും നല്ലതാണെന്ന് അവർ അക്നോളജ് ചെയ്തിട്ടുണ്ട്. ലേബർ ഡിഗ്നിറ്റിയെ അപമാനിക്കുന്ന തരത്തിൽ കമ്പനി പെരുമാറുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ അവർ എല്ലാം റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ കമ്പനിക്ക്, ഇതിൻ്റെ കമ്പനി CEO 2026 ഏറ്റവും മികച്ച CEO ആയി ഇവർ വന്നത് ഈ നമ്മുടെ കുട്ടികൾ അടക്കമുള്ളവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ്, അവരുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കൊണ്ടുകൂടിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ കമ്പനി ഇവിടെ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് ഗവൺമെൻറ് വീണ്ടും അവരുടെ കമ്പനിയിൽ മുന്നിൽ വെച്ചത്. അവസാനം ഞങ്ങളുടെ പ്രപ്പോസൽസ് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളെടുക്കാൻ ഫോഴ്സ്ഫുള്ളായി തീരും, ഞങ്ങൾ നിർബന്ധിതരാകും എന്നുവരെ പറഞ്ഞു. അവസാനം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ അവരുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി 20-ാം തീയതി കമ്പനി ഒഫീഷ്യൽസ് നേരിട്ട് കേരളത്തിലെത്താം. ഇനിയിപ്പോൾ കൊച്ചിയിൽ വരാമെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും മീറ്റിംഗ് കൺവീൻ ചെയ്യാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്.